നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിലെ ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നാഷണൽ പ്ലെയർ ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു. ഗുരുവായൂർ ആനക്കോട്ടയിലായിരുന്നു അന്ത്യം. നേരത്തെ ആനകൾ തമ്മിൽ കുത്തുകൂടി ഗോകുലിന് പരിക്കേറ്റിരുന്നു. പിന്നീട് ശാരീരിക അവശതകൾ കാണിച്ച ആന ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് ഇന്ന് അന്ത്യം സംഭവിച്ചത്. കോഴിക്കോട് നിന്ന് കഴിഞ്ഞ വർഷം കൂട്ടാനയുടെ കുത്തേറ്റിരുന്നു. മുറിവ് ആഴത്തിലുള്ളതായിരുന്നു. 40 വയസ്സുള്ള കൊമ്പൻ ഗുരുവായൂർ ആനയോട്ടത്തിൽ നിരവധി തവണ ഒന്നാമത് എത്തിയിരുന്നു. പുതുക്കാട് മണ്ഡലത്തിലെ ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. സ്കൂൾ PTA-യും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പരിപാലിച്ചിരുന്ന ചെടിച്ചട്ടികളും മറ്റും സാമൂഹ്യ വിരുദ്ധർ തകർത്തു. KK രാമചന്ദ്രൻ MLA സ്കൂൾ സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, CPIM ചെങ്ങാലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC സുബ്രൻ, PTA പ്രസിഡന്റ് സജീവൻ കോമത്തുകാട്ടിൽ, സ്കൂൾ പ്രധാന അധ്യാപിക എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. അയ്യന്തോൾ ജനകീയ സമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്ന ദേശാടന പക്ഷികളുടെ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആരോഗ്യമന്ത്രി വീണ ജോർജിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതാനും വർഷങ്ങളായി മഴക്കാലമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പക്ഷികൾ കളക്ടറേറ്റിനും കുട്ടികളുടെ പാർക്കിനും സമീപത്തെ മരച്ചില്ലകളിൽ കൂടുകൂട്ടുകയാണ്. കളക്ടറേറ്റിലേക്ക് നടന്നും ഇരുചക്ര വാഹനങ്ങളിലും എത്തുന്നവരുടെ ദേഹത്ത് മുഴുവൻ അവയുടെ കാഷ്ടം വീഴും. പക്ഷികളുടെ ചത്തുചീഞ്ഞ ജഡങ്ങളും വഴിയിൽ നിറയും. ഇതോടെ പരിസരം മുഴുവൻ ദുർഗന്ധം പരക്കും. പക്ഷികളുടെ കാഷ്ടത്തിന്റെ പൊടികൾ കാറ്റിൽ വ്യാപിക്കുന്നതും ശ്വസിക്കുന്നതും പലവിധ രോഗങ്ങൾ പരത്തുന്നതിന് ഇടവരുത്തുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഫുട്പാത്ത് ആളുകൾക്ക് നടക്കുവാൻ പോലും സാധിക്കാത്ത വിധം മലിനമാണ്. സീസൺ കാലത്ത് പക്ഷികൾ കൂടുകൂട്ടുന്ന കളക്ടറേറ്റിന് സമീപത്തെ പാഴ്മരങ്ങളുടെ ഏതാനും ചില്ലകൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മുറിച്ചു മാറ്റിയിരുന്നെങ്കിലും ഈ സീസണിലും പക്ഷികളുടെ ശല്യം കുറഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിൽ വിദഗ്ധരെ കൊണ്ട് പഠനം നടത്തി വിഷയത്തിൽ ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നിവേദനത്തിലെ ആവശ്യം. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നാഷണൽ പ്ലെയർ ജേതാക്കളെ അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സെയിന്റ് തെരേസാസ് മോസ്കോ സ്കൂളിൽ വെച്ച് 280ഓളം വരുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ടെസ്റ്റ് നടത്തി. സെംബയി ശിവാനി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ SMA-യുടെ സ്ഥാപകൻ ക്വാഷി ഡിനോ ഡേവിസ് കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ക്വാഷി TV ഭഗി അധ്യക്ഷത വഹിക്കുകയും സ്കൂളിലെ പ്രിൻസിപ്പാൾ വിജി ഉദ്ഘാടനം ചെയ്യുകയും ചെന്നൈയിൽ വെച്ച് നടന്ന നാഷണൽ ടൂർണമെന്റിൽ വിജയം കൈവരിച്ച മത്സരാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സെൻസൈ പ്രേമൻ നന്ദി പറഞ്ഞ ചടങ്ങിൽ സെൻസൈ ജിതിൻ രാജ്, സെൻസൈ സോന, സെംബയി ശ്രീകാന്ത് തുടങ്ങിയ മുതിർന്ന സീനിയേഴ്സും പങ്കെടുത്തു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് സ്വാഗതം ആശംസിച്ചു.
അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷെയ്ഖ് മാഹിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.5 ലക്ഷം രൂപ ചെലവിലാണ് അത്യാധുനിക ടോയ്ലറ്റ് ബ്ലോക്കും 23 ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിലിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. പുതുക്കാട് സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു MP നന്ദി രേഖപ്പെടുത്തി. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മേനോൻ ബസാർ സ്വദേശി മുടവൻകാട്ടിൽ വീട്ടിൽ അൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അൻഷാദ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും 2 അടിപിടി കേസിലും 1 മോഷണ കേസിലും 1 മയക്കുമരുന്ന് കേസിലും അടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സാലിം, കശ്യപൻ, സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ ചരിഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിലെ ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. അയ്യന്തോൾ കളക്ടറേറ്റ് പരിസരത്തെ പക്ഷിശല്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നതിനായി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് കരാട്ടെ കുങ്ഫു കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നാഷണൽ പ്ലെയർ ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.